ലോകം മുഴുവൻ ഇറാൻ യുദ്ധത്തിന്റെ താൽക്കാലിക ശമനത്തിൽ ആശ്വസിച്ചു നിൽക്കുമ്പോൾ ഇതാ മറ്റൊരു വൻ ദുരന്തം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും അത് സംഭവിക്കാം. തായ്വാനെ ലക്ഷ്യമാക്കി ചൈന തങ്ങളുടെ കുരുക്ക് പൂർണ്ണമായും മുറുക്കിക്കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന് പോലും എത്തിപ്പെടാൻ കഴിയാത്ത വിധം അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ ഉപയോഗിച്ച് തായ്വാന് ചുറ്റും ഒരു ഉരുക്ക് കോട്ടയാണ് ചൈനീസ് നാവികസേന ഇപ്പോൾ തീർത്തിരിക്കുന്നത്. കേവലം ഒരു നാവികാഭ്യാസമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. ലോകരാജ്യങ്ങൾ ഇറാൻ യുദ്ധത്തിന്റെ പരിഹാരത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ തക്കം നോക്കി തായ്വാനെ പൂർണ്ണമായും വിഴുങ്ങാൻ തന്നെയാണ് ഡ്രാഗണിന്റെ ലക്ഷ്യം. വളരെ കൃത്യമായിട്ടുള്ള ഒരു അനക്കോണ്ട സ്ട്രാറ്റജിയാണ് ചൈന ഇവിടെ പയറ്റുന്നത്. അതായത് ഇതേ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന പെരുമ്പാമ്പിന്റെ അതേ തന്ത്രം. 2020 വെറുമൊരു പെട്രോളിംഗ് കപ്പലിൽ തുടങ്ങിയ ചൈനീസ് നീക്കം ഇന്ന് അത്യാധുനിക യുദ്ധ കപ്പലുകളുടെ ഒരു വലിയ ഉപരോധമായി മാറിയിരിക്കുന്നു. തായ്വാന്റെ തന്ത്രപ്രധാനമായ ഹൂലിയൻ, തായ്തൂങ് വ്യോമത്താവളങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ ചൈനീസ് കപ്പലുകൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കടലിന്റെ അടിത്തട്ട് വരെ മാപ്പ് ചെയ്ത് ഭാവിയിൽ അമേരിക്കൻ അന്തർവാഹിനികളെ തടയാനുള്ള സർവ്വ സജ്ജീകരണങ്ങളും വരെ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇറാൻ യുദ്ധത്തോടെ അമേരിക്കൻ സൈന്യം സാമ്പത്തികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാണ് ചൈന ഈ ഒരു നിർണായക നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ നീക്കത്തോടെ തായ്വാന്റെ സമുദ്ര പരമാധികാരം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. ചൈനീസ് ആക്രമണം ഉണ്ടായാൽ തായ്വാനെ സൈനികമായി സംരക്ഷിക്കുമോ എന്ന കാര്യത്തിൽ കാലാകാലങ്ങളായി അമേരിക്ക പുലർത്തുന്ന മനഃപൂർവ്വമുള്ള ഒരു അവ്യക്തതയുണ്ട്. ആ അവ്യക്തതയാണ് സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി എന്ന നയം. കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കാതെ ചൈനയും തായ്വാനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ അമേരിക്കയുടെ ആ സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി എന്ന നയം ഇവിടെ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം ആയുധങ്ങളൊക്കെ അമേരിക്ക തായ്വാന് നൽകിയെങ്കിലും സൈനികമായ പിന്തുണ ലഭിക്കുമെന്ന് നിലവിൽ യാതൊരു ഉറപ്പുമില്ല അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. കാരണം ലോകത്തിലെ 90% അഡ്വാൻസ്ഡ് മൈക്രോ ചിപ്പുകളും ഉൽപ്പാദിപ്പിക്കുന്ന തായ്വാന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിലൂടെ ലോക സാമ്പത്തിക വ്യവസ്ഥയെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ബീജിംഗ് ലക്ഷ്യമിടുന്നത്. ഒരു വെടിയുണ്ട പോലും മുതിർക്കാതെ നിരന്തരമായ ഉപരോധത്തിലൂടെ തായ്വാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് കീഴടങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ചൈനയുടെ യഥാർത്ഥ അജണ്ട. ഇത് വെറുമൊരു ഭീഷണിയല്ല, കൃത്യമായിട്ടുള്ള ഒരു യുദ്ധ മുന്നൊരുക്കം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. തായ്വാന് ചുറ്റും ചൈന ഉപരോധം ശക്തമാക്കുമ്പോൾ ഇന്ത്യയും മറ്റ് ക്വാഡ് രാഷ്ട്രങ്ങളും അതിജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. നാളെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന ഇതേ തന്ത്രം ആവർത്തിച്ചേക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ത്യ തങ്ങളുടെ നാവിക സാന്നിധ്യവും മിസൈൽ വിന്യാസവും സൈനിക സാന്നിധ്യവും ഒക്കെ തന്നെ അടിയന്തരമായി ശക്തമാക്കണം. ചൈനയുടെ വ്യാപാര പാതയായിട്ടുള്ള മലാക്ക കടലിടുക്കിൽ ഇന്ത്യ ഒരു ഭീഷണിയായി നിലകൊണ്ടാൽ മാത്രമേ ചൈനീസ് അധിനിവേശങ്ങളെ ഒരു പരിധി വരെയെങ്കിലും തടയാൻ സാധിക്കൂ. സമാധാനത്തിന്റെ ഭാഷ ഡ്രാഗണിന് മനസ്സിലാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള.